ഇപ്പൊ അയ്യപ്പനാണല്ലോ എല്ലായിടത്തും ചർച്ചാ വിഷയം. സെലിബ്രിറ്റി ഇപ്പൊ അയ്യപ്പനാണ്. അപ്പോ സഹാക്കന്മാർ ഒരു അയ്യപ്പ ഭക്തി ഗാനം എഴുതിയിട്ടുണ്ട്. ആ അയ്യപ്പ ഭക്തി ഗാനം കാരണം സഹാക്കന്മാർക്ക് ഇങ്ങനെ അയ്യപ്പ സ്നേഹം ഇങ്ങനെ ഇപ്പൊ എന്താ പറയുക, അങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുകയാണ്. അവരുടെ ഹൃദയം മുഴുവൻ അയ്യപ്പനാണ്. അവരുടെ സർവ മയമാണ് അയ്യപ്പ മയം. ഗോവിന്ദമാഷൻ രാവിലെ എഴുന്നേക്കും, അയ്യപ്പ ഗാനം കേൾക്കും, ഉറങ്ങുന്നത് ഹരിവരാസനം കേട്ട്, അങ്ങനെ മൊത്തത്തിലൊരു അയ്യപ്പ മയം എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരു പുതിയ ഒരു പാട്ട് അവരിറക്കി. അതായത് അയ്യപ്പ ഭക്തി ഗാനം. സഹാക്കന്മാരുടെ അയ്യപ്പ ഭക്തി ഗാനമാണല്ലോ ഇപ്പൊ അയ്യപ്പന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഭക്തി ഗാനം ഇങ്ങനെയാണ്: അരിവാൾ ചുറ്റിക ശരണമെന്നയ്യപ്പ, CPIM ശരണം പൊന്നയ്യപ്പ, പാർട്ടി ബ്രാഞ്ച് ശരണം പൊന്നയ്യപ്പ, കാറൽ മാക്സ് ശരണം പൊന്നയ്യപ്പ, ചെങ്കൊടി വീര മണികണ്ഠ ശരണം പൊന്നയ്യപ്പ, മൂലധനം ദാ സ്നേഹബലം ദാ, മൂലധനം ദാ സ്നേഹബലം ദാ, റഷ്യൻ വിപ്ലവം ക്യൂബ വിപ്ലവം, റഷ്യൻ വിപ്ലവം ക്യൂബ വിപ്ലവം, കയ്യൂർ സമരം വയലാർ സമരം, വയലാർ സമരം കയ്യൂർ സമരം, മോദി ഭരണം കഠിനമെന്നയ്യപ്പ, മോദി ഭരണം കഠിനമെന്നയ്യപ്പ, കാവിക്കൂട്ടം കഠിനമെന്നയ്യപ്പ, കാവിക്കൂട്ടം കഠിനമെന്നയ്യപ്പ, കോൺഗ്രസ് ബന്ധം നടക്കില്ലയ്യപ്പ, കോൺഗ്രസ് ബന്ധം നടക്കില്ലയ്യപ്പ, പാർട്ടി എൻ്റെ അയ്യപ്പ, അയ്യപ്പ പാർട്ടി, പാർട്ടി എൻ്റെ അയ്യപ്പ, പാർട്ടി തന്നെ അയ്യപ്പൻ, ജനകീയ ജനാധിപത്യ വിപ്ലവ പാർട്ടി സ്വാമിയേ ശരണമയ്യപ്പ. ഇതാണ് അവരുടെ പുതിയ അയ്യപ്പ ഭക്തി ഗാനം. സൂപ്പറായിട്ടുണ്ട് അല്ലേ? കേട്ടപ്പോൾ എനിക്കും ഭയങ്കരമായൊരു രോമാഞ്ചമൊക്കെ ഉണ്ടായി. കാരണം പാർട്ടി എന്ന് പറഞ്ഞ അയ്യപ്പൻ, അയ്യപ്പൻ എന്ന് പറഞ്ഞ പാർട്ടി. ഇനി കാറൽ മാക്സ്, കാരണം ഇവർക്ക് അല്ലാതെ വിളിക്കാൻ അറിയില്ലല്ലോ. കല്ലും മുള്ളും കാലിക്ക് മെത്തേ എന്ന് പറയാൻ അറിഞ്ഞുകൂടാത്തവര് കല്ലും മുള്ളും കാലിക്ക് കുത്തേ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ അയ്യപ്പനൊക്കെ ഇപ്പോ എന്താ പറയുക, ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു ട്രോളാണ്. വെള്ളാപ്പള്ളി നടേശനും പിന്നെ പിണറായി വിജയനും കൂടി എന്തൊക്കെയോ ഇങ്ങനെ തപ്പി പറക്കുന്നു. അപ്പൊ അതിൽ എഴുതി കാണിക്കുന്നതാണ് അയ്യപ്പൻ ഓട്ടുണ്ടോ എന്ന് തപ്പലാണെന്ന്. അയ്യപ്പൻ ഓട്ടുണ്ടെങ്കിൽ അവിടെ ഇരുത്തൂലല്ലോ, എങ്ങനെയെങ്കിലും അങ്ങേരെയും കൂടെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ അയ്യപ്പനാണ് ഇവരുടെയൊക്കെ ഒരു എന്താ ശത്രു എന്നല്ല, അയ്യപ്പനാണ് ഇപ്പോൾ ഒരിക്കൽ ശത്രുവായിരുന്നു. രഗിന ഫാത്തിമയും ബിന്ദുവമ്മണിയൊക്കെ ഇപ്പോൾ പിണറായിയെ തള്ളക്കി വിളിച്ചുകൊണ്ട് നടക്കുന്നത്. കാരണം അന്ന് മര്യാദയ്ക്ക് ഇരുന്ന ഞാനാണ് ഒരു കാര്യവും ഇല്ലാതെ എന്നെ കൊണ്ടുവന്ന് ആ ശബരിമലയെ കയറ്റി ആളുകളെ അടിയും വാങ്ങിച്ച് തന്ന് ഇപ്പൊ കാണുമ്പോൾ പിന്നെ സംഖ്യകളെല്ലാം കൂടെ എൻ്റെ കണ്ണിൽ മുളകുപൊടിയും തേച്ച് എന്നെ ഇവിടെ സമാധാനത്തോടെ നിൽക്കാൻ സമ്മതിക്കാത്തോടെ ഞാൻ അവസാനം കേരളം വിട്ട് ഡൽഹിയിലേക്ക് മുങ്ങി. ചുമ്മാ വീട്ടിലിരുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് വൈറലാവാമ്പോ ശബരിമലയെ കയറ്റാന്ന് അങ്ങനെ വിളിച്ചോണ്ട് വന്നതാണ്. ആ രഗിന ഫാത്തിമ ഇതുപോലെ തുണിയും ഒക്കെ ഇട്ട് മര്യാദയ്ക്ക് BSNL ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ പെണ്ണുമ്പിളെ വിളിച്ചിട്ട് പറഞ്ഞ് പാർട്ടിയിലെടുക്കാം, സ്ഥാനമാനങ്ങളൊക്കെ തരാം, ജോലിയൊക്കെ വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണുമ്പിളെ വിളിച്ചോണ്ട് വന്നിട്ട് ഇരുമുടിക്കെട്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് മറ്റേ സാനിറ്ററി പാഡും ചെരുപ്പും ഒക്കെ വെച്ച് പെണ്ണുമ്പിളയെ കൊണ്ടുവന്ന് മലയറ്റിയതിനു ശേഷം പിന്നെ തിരിച്ചിറങ്ങിയപ്പോൾ പെണ്ണുപിള്ളയ്ക്ക് തുണിയില്ല. ഇപ്പൊ അരത്തുണി വെച്ചാണ് ജീവിക്കുന്നത്. അയ്യപ്പൻ ശപിച്ചതൊന്നും അല്ല, തുണി അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടായിരിക്കും. തുണി എന്തോ ഒരു അലർജി പോലെയാണ് ആ സ്ത്രീക്ക് എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോൾ BSNL ജോലി പോയി. അവിടുത്തെ അയ്യപ്പ ഭക്തരെല്ലാം കൂടെ ആചാരം ലംഘിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആ സ്ത്രീയെ പുറത്താക്കി. കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് ലിവിങ് ടുഗദറാണ്, അയാൾ എങ്ങോട്ടോ പോയി, വേറെ ആരോ കൂടെ പോയി. പിന്നെ ഇതിനിടയ്ക്ക് ഈ ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമത്തില് രഗിന ഫാത്തിമയെ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടവൽ വെച്ചിട്ട് പിണറായിയെ തുണി അഴിച്ച് കാണിച്ചില്ലെന്നേ ഉള്ളൂ. കുറച്ച് ടവലും വച്ചിട്ട് ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കണം പിണറായിക്ക്. ഇതിൽ കൂടുതൽ ആ മുഖ്യന് കിട്ടാൻ വല്ലതും ഉണ്ടോ? തുണി അഴിച്ച് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഇങ്ങനെ കാണിക്കേണ്ടതെന്നാണ് ആ പെണ്ണുങ്ങൾ പറയണത്. അത് നിങ്ങൾ കാണിക്കുന്നില്ല. അത്രയെങ്കിലും മാന്യത ഞങ്ങൾ നിങ്ങളോട് കാണിക്കുന്നു. കാരണം കനകദുർഗ, ബിന്ദുവമ്മണി, പിന്നെ എന്താ പറയുക, കനകദുർഗ, ബിന്ദുവമ്മണി, രഗിന ഫാത്തിമ, പിന്നെയും പെണ്ണുങ്ങളുണ്ട് കുറേ എണ്ണം വൈറലാവാനൊക്കെ വന്ന് പകുതി വഴിക്ക് തന്നെ മുങ്ങിയ കുറെ ചരിത്രമൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിഞ്ഞൂടാ. അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ഇതൊക്കെ കൂടി ഇപ്പൊ പിന്നെ എന്താ പറയുക, പിണറായിക്കെതിരെ ഒരു സമ്മേളനം നടത്താൻ ഒരുങ്ങുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതായത് പിണറായിയാണ് തങ്ങളുടെ ജീവിതം തൊലച്ചത്, തങ്ങളുടെ കുടുംബം നശിപ്പിച്ചത്. അയ്യപ്പന്റെ ആദ്യം പറഞ്ഞ് പെണ്ണുങ്ങളെയൊക്കെ കൂടെ ശിവസ്വാമി വന്നിരുന്ന ശിവസ്വാമി സന്ദീപാനന്ദ ഗിരി, പൂർവാശ്രമത്തിലെ പേര് ശിവു എന്നാണ്. പിന്നീട് സന്യാസം സ്വീകരിച്ചപ്പോഴാണ് സന്ദീപാനന്ദ ഗിരി എന്നൊക്കെ പറഞ്ഞ് പേര് സ്വീകരിച്ചു. അപ്പോൾ ഗിരിസ്വാമി വന്നിട്ട് ശിവസ്വാമി വന്നിട്ട് പറഞ്ഞ ആർത്തവമുള്ള പെണ്ണുങ്ങൾക്ക് ശബരിമലയിൽ കയറുന്നത്. അതായത്
പിന്നെ പീരീഡ്സ് ആയ സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാണ്. ശബരിമലയുടെ ഒരു ആചാരം അങ്ങനെ അല്ല. കാരണം 13 വയസ്സ് വരെ ആണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ. പിന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് കയറാൻ കഴിയൂ. അത് പിന്നെ ശബരിമലയിലിരിക്കുന്ന അയ്യപ്പൻ ബ്രഹ്മചാരിയാണെന്നും അതുമായി ബന്ധപ്പെട്ടാണ് അവിടെ കയറാൻ പാടില്ലാത്തതെന്നൊക്കെയാണ് ഇതിനെ വിശ്വസിക്കുന്നവർ. വിശ്വാസമില്ലാത്തവർക്ക് ഇപ്പോ ശബരിമല അയ്യപ്പന്റെ സന്നിധി എന്നൊന്നും വേണ്ട, ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പീരീഡ്സ് സമയത്ത് കയറി പോവാ. ഇപ്പൊ അവിടെ ആരും നോക്കുന്നില്ലല്ലോ, മറ്റേ സ്കാനറൊന്നും വെച്ച് നോക്കുന്നില്ലല്ലോ പീരീഡ്സ് ആയിട്ടാണോ വരുന്നത് അല്ലാതെയോ വരണമെന്നൊന്നും. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ചിലർ 12 ദിവസം കഴിഞ്ഞ് അമ്പലത്തിൽ കയറുന്നവരുണ്ട്, 7 കഴിഞ്ഞ് കുളിച്ചിട്ട് അമ്പലത്തിൽ കയറുന്നുണ്ട്. ആർത്തവം എന്ന് പറയുന്നത് അശുദ്ധിയുടെ ഒരു കാര്യമൊന്നുമല്ല. ആർത്തവം എന്ന് പറയുന്നത് ആർത്തവം ആണ് അടുത്തൊരു പുതുതലമുറയ്ക്ക് ജന്മം നൽകുന്നതൊക്കെ ആർത്തവം ഉണ്ടെങ്കിലേ പറ്റൂ. പക്ഷെ അതൊക്കെ നമ്മൾ ജനിച്ചു വരുമ്പോൾ നമ്മളെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, നമ്മളെ പഠിപ്പിച്ച് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംസ്കാരം. നമ്മളൊരു എന്താ പറയുക, ഒരു വിശ്വാസമുള്ള കുടുംബത്തിലാണ് ജനിക്കുന്നതെങ്കിൽ, ഇപ്പൊ ഞാനൊക്കെ എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ പറയാം, ഞാനൊരു തികഞ്ഞ വിശ്വാസമുള്ള ഒരു പിന്നെ തറവാട്ടിൽ ജനിച്ച ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം 12 ദിവസം കഴിഞ്ഞ് അമ്പലത്തിൽ പോകാവൂ. ആർത്തവ സമയം 12 കഴിഞ്ഞ് കുളി കഴിഞ്ഞ് 13ാമത്തെ ദിവസമേ നമ്മൾ അമ്പലത്തിൽ കയറാവൂ. അങ്ങനെ ഒരു ചിട്ടയായ ഒരു ഒരു ആർത്തവ സമയങ്ങളിൽ അങ്ങനെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സമയങ്ങളിൽ വീടിന്റെ മുൻവശത്ത് ഇറങ്ങാൻ പാടില്ല, കന്നി കിണറാണെങ്കിൽ അതിൽ തൊടാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് ആചാരങ്ങളൊക്കെ നമ്മൾ പാലിച്ചിരുന്നു. അതൊക്കെ പിന്നീട് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആർത്തവം എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ വിശ്വാസിയാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ കയറാൻ പാടില്ല, ഇത്രയും ഈ സ്ട്രോങ് ആക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പിന്നീട് നമ്മൾ കുറച്ചുകൂടി വളർന്ന് നമ്മളൊന്ന് ഇൻഡിപെൻഡന്റ് ആയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതുവരെ നമുക്ക് വീട്ടുകാർ പറയുന്നതിനപ്പുറം ശരി അവിടെ പൊക്കൂടാ, വീടിന്റെ മുൻവശത്ത് ഇറങ്ങാൻ പാടില്ല, തുളസി തറയിൽ തൊടാൻ പാടില്ല, കിണറിന്റെ ഭാഗത്തേക്ക് പോകാൻ പാടില്ല, കിണറിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല, പിന്നെ ഒരു മുറി തരും, ആ മുറിയിൽ പായും തലേണയും അല്ലെങ്കിൽ ഒരു ഗ്ലാസും ഒരു പിന്നെ പാത്രം ഉണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ അവിടെയാണ് 7 ദിവസവും 7ന്റെ അന്ന് ഇതെല്ലാം കഴുകി ശുദ്ധീകരിച്ച് കളർ ജലമൊക്കെ വെച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അകത്ത മുറിയിലേക്ക് കയറാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളൊരു ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കുറച്ച് പക്വത ആയതിനു ശേഷം മാറിയെങ്കിൽ പോലും ദൈവവിശ്വാസം, അമ്പലത്തിൽ ആർത്തവത്തോടു കൂടി പോകുന്നതിനോട് എന്നെ സംബന്ധിച്ച്, ഞാനെന്ന വ്യക്തിയെ സംബന്ധിച്ച്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, ഞാനെന്ന വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഞാനത് ആ വിശ്വാസത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒരാൾ കൂടിയാണ്. മനുഷ്യന്റെ കാര്യമാണ്, പക്ഷെ എങ്കിലും എൻ്റെ വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിച്ച് അതിൽ ഉറച്ചു നിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് മേൽ ആണി അറയ്ക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിണറായി ആദ്യം വിശ്വാസികളുടെ നെഞ്ചത്ത് ആണി അറച്ചു, പിന്നീട് ആണി വലിച്ചൂരിയിട്ട് അവിടെ നിന്ന് മുഴുവൻ രക്തവും പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരു നീണ്ട കുറെ വർഷം ആ രക്തം പൊക്കോണ്ടിരുന്നു, പിന്നീട് അത് വലിച്ചൂരിയിട്ട് പറയുകയാണ് വേദനിച്ചോ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുഖ്യൻ ഈ കാട്ടിക്കൊടുക്കുന്നത്. 4 വോട്ടിന് വേണ്ടി NSS SNDP പറഞ്ഞെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഈഴവനും ഹിന്ദു വോട്ട് ചെയ്യില്ല പിണറായി. അത് അവർക്ക് തോന്നണം. നിങ്ങൾ ആചാരം ലംഘിച്ചവരാണെന്നും നിങ്ങൾ അയ്യപ്പന്റെ അടുത്ത് പോയി ആചാരം ലംഘിക്കാൻ പെണ്ണുങ്ങളെ കയറ്റി വിട്ടവരാണെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് ഉദ്ദേശിച്ചത് കേരളത്തിലെ ജനങ്ങൾ, അവരാണ് പറയുന്നത്, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സുകുമാരണ്ണൻ ഒരു കക്ഷത്തിലും നടേശ അണ്ണനെ മറ്റേ കക്ഷത്തിലും വെച്ച് നടന്നിട്ട് കാര്യമില്ല. നടേശ അണ്ണന് സുകുമാരണ്ണന് പറഞ്ഞു കേട്ടിട്ട് ഇവിടെ ആർക്ക് വോട്ട് ചെയ്യണം, അവനവന്റെ ഇഷ്ടമാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്.